ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓർഡർ ചെയ്തതെന്നല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സോനുപ്രിയ എനിക്ക് തന്നതാണ്. അത് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞു, ഇന്നത്തോടെ പരീക്ഷ കഴിഞ്ഞു. അതുകൊണ്ട് അവളെന്തോ ഓണത്തിന് സ്പെഷ്യലായിട്ട് എന്തോ തന്നതാണ് കാണിച്ചത്. ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. ഇതെന്തോ ഒരു ബോക്സിലൊക്കെയാണ് തന്നിട്ടുള്ളത്. ഒരു കുഞ്ഞ് ഗിഫ്റ്റാണ്, അവൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. അത് അൺബോക്സ് ചെയ്യാം. ഞാനത് ആദ്യം ഒരു ASMR പോലെയൊക്കെ എടുക്കാനാണ് വിചാരിച്ചത്. പിന്നെ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ സാധാ പോലെയായിട്ട് എടുക്കുന്നത്. ഇതിലുള്ള ഈ തുണീൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് 2-3 തുണിക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ വേറെ വേറെ ക്രാഫ്റ്റിന് എടുക്കും. ഇത് മാറ്റം ഇതിന്ന് ലഡ്ഡു ബോക്സ് അങ്ങനെ എന്തോ ബോക്സ് അവരുണ്ട് കാണാം കേട്ടോ. തുറക്കാം. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. അതിലത്തെ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സ് കൊണ്ട് എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ലെറ്റേഴ്സാണ്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവമാണ് കേട്ടോ. ഹിൻഡ് ഓണം ബൈ യുവർ എസ് സോനുപ്രിയ എന്നാണ് പേര്. എസ് എഴുതുന്നു. നമുക്കത് തുറക്കാം. ഇത് ഓണത്തിനുള്ള അവളുടെ ഡ്രസ്സിൻ്റെ ഹിൻ്റാണെന്നാണ് അവൾ പറഞ്ഞത്. അതിൽ നിന്ന് എനിക്ക് ആ തുണി കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ബോ പോലത്തെ സാധനം കിട്ടി. പിന്നെ ഒരു കത്ത്. ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കത്ത്. അതാണ് ഈ ഒരു കവറിലുള്ളത്. നമുക്ക് അടുത്തില്ലെന്ന് നോക്കാം. പിന്നെ ഉള്ളത് ഇതുപോലൊരു പൊതിഞ്ഞ് വെച്ച സാധനമാണ്. ഇത് എവിടെ നിന്ന് തുറക്കണമെന്ന് എനിക്കറിയില്ല. കിട്ടി. എന്താണിത് ഫ്രണ്ട്സ്? അത്തം. ഓ, ഇവിടെ അത്തം എന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണത്തിൻ്റെ ഇതിൽ പിന്നെ കൊടുത്തിട്ടുള്ള ചിത്തിര, ചോതി, വിശാഖം, അനീഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം. പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഫ്രണ്ട്സ്, അവിടെ ഒന്നും ഇല്ല. ഞാൻ കയറി പറിച്ചത്. പിന്നെ തിരുവോണം. അങ്ങനെ അവിടെ അടുത്തത് ഒരു ലെറ്ററാണ്. അതിൽ കൂടുതൽ ലെറ്റേഴ്സാണ് ഫ്രണ്ട്സ്. അടുത്തത് വേറൊരു ബോക്സാണ്. അതിൽ എഴുതിയിട്ടുണ്ട് ഹിൻഡ് ഐ എ തിങ് ലൈക്ക് ദാറ്റ് യു ഗേവ് മീ അറ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്ക് കൊടുത്തൊരു സാധനം പോലത്തെ സാധനമാണെന്ന് മനസ്സിലായി. അപ്പം ചെയ്ത് നോക്കാം. വീണ്ടും ഒരു ലെറ്റർ ഉണ്ട്. ഓ, ഒരു കുഞ്ഞ് ടെഡിയാണ്. ഒരു ക്രിസ്റ്റലായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. എഗെയിൻ ഒരു ലെറ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൾ എനിക്ക് ഉണ്ടാക്കി തന്നു. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ഒരു റാബിറ്റാണ്. നല്ല ചന്തമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതിലെങ്ങനെയാണ് ഈ റാബിറ്റ് വർക്ക് ചെയ്യാന്നിട്ടുണ്ട്. ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ. പിന്നെ അത് ലാസ്റ്റായിട്ടൊരു ലെറ്റർ വരുന്നുണ്ട്. പിന്നെ
ഇതിലൊരു റോസാപ്പൂവും കൂടി ഉണ്ട്, പേപ്പർ റോസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബായ്.